മാത്രമാണ് അതിൻ്റെ വ്യാപ്തി ഉണ്ടാകാറ്. ഇത് മറ്റൊരു പുഴ ഫോം ചെയ്ത് പോയിരിക്കുകയാണ്, ഒരു ഏരിയ മുഴുവൻ പോയിരിക്കുകയാണ്. ഒരുപക്ഷെ ആ സ്കൂൾ ബിൽഡിംഗ് ഇല്ലായിരുന്നു, ആ സ്കൂൾ ബിൽഡിങ് ഇത്രയും വന്ന കല്ലും മരങ്ങളും തടുത്തു നിർത്തിയില്ലായിരുന്നെങ്കിൽ ഈ ടൗൺ പോലും ബാക്കി ഉണ്ടാവില്ലായിരുന്നു. എന്നിട്ട് പോലും ഈ മരണസംഖ്യ ഇതിനേക്കാൾ എത്രയോ അധികമായിരിക്കും. എത്രയോ പേരാണ് കാണാതെ പോയിരിക്കുന്നത്, എത്ര പേരുടെ മൃതശരീരങ്ങളാണ് ഈ പുഴയിലൂടെ ഒഴുകി പോയിരിക്കുന്നത്, എത്ര പേരാണ്. സമാനതകളില്ലാത്ത ദുരന്തമാണ്. നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന കാര്യം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുക, അപകടത്തിലായിട്ട് നിൽക്കുന്ന അസുഖമായിട്ട് നിൽക്കുന്ന ആളുകളെ, ഇപ്പോൾ മുണ്ടകയിലേക്ക് അസുഖമായിട്ടൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്, അവരെയൊക്കെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലാക്കുക. ഗുരുതരമായി പരിക്കേറ്റ ആളുകളെയും ആശുപത്രിയിൽ കൊണ്ടുപോവുക. പിന്നെ നമുക്ക് മരണത്തിൻ്റെ കണക്കെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. നമ്മൾ ഗവൺമെൻറ്റിനോട്, റവന്യൂ മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും അഭ്യർത്ഥിച്ചിട്ടുള്ളത് നമുക്ക് ഇൻക്വസ്റ്റ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജനറൽ ഓർഡർ. സാധാരണ ഇത്രയും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ്റിന് ജനറൽ ഓർഡർ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കുക. കാരണം ഈ ദുരന്തം കാരണം ഇതാണെന്നറിയാം. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്താൽ ഇത് എന്ന് തീരാനാണ്. മാത്രമല്ല പല ബോഡിയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബോഡി എത്ര ദിവസം സൂക്ഷിക്കേണ്ടി വരും. ബന്ധുക്കൾ വന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് ബോഡി ഏറ്റുവാങ്ങാൻ പറ്റുന്നത്. ചെയ്യാവുന്നത് ഇൻക്വസ്റ്റ് എത്രയും പെട്ടെന്ന് ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം. അപ്പോൾ അത് ഗവൺമെൻറ് അതിൻ്റെ ആലോചനയിലാണ്. ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം റവന്യൂ മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയോടൊന്ന് പറയും. എന്നൊരു ജനറൽ ഓർഡർ സാധാരണ ഇടാറുള്ളതാണ്. അത് കഴിഞ്ഞ് നമുക്ക് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാം. ഇനിയും ഇങ്ങനെ ബോഡികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതാണ് നമ്മുടെ പോകുന്നത്. നമുക്ക് ഇതിന് പറ്റാവുന്ന ഒരു അവസ്ഥയിലല്ലല്ലോ ഇപ്പോൾ ഈ ഹെലികോപ്റ്ററൊന്നും ലാൻഡ് ചെയ്യാൻ പറ്റാവുന്ന അവസ്ഥയിൽ. അങ്ങനെയുള്ള ഹെലികോപ്റ്ററിലൊക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ വളരെ കുറവാണ് ലാൻഡ് ചെയ്യാൻ പറ്റാവുന്ന. അടുത്തുപോലും ലാൻഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അവിടെ എങ്ങനെയെങ്കിലും എത്തിച്ചേരാൻ ശ്രമിക്കുക എന്നതാണ്. എല്ലാ വഴികളും നോക്കുക. സൈന്യത്തിൻ്റെ ഇത് വന്നിട്ടുണ്ട്, NDRFൻ്റെ ഇതുണ്ട്, സർക്കാരിൻ്റെ സംവിധാനങ്ങളുണ്ട്, പിന്നെ നല്ല വോളണ്ടിയേഴ്സ് ഉണ്ട്. എല്ലാവരും ചേർന്നിട്ട് പരമാവധി ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിനൊരു പ്ലാൻ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ഏജൻസികളും തീർച്ചയായിട്ടും അവരെയാണ് നമുക്ക് അതിനു മുമ്പ് അവരെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് അതിൻ്റെ മാർഗങ്ങൾ ആരായുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റാവുന്ന ഒരു ദുരന്തമല്ല. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ചേർന്ന് നമ്മൾ ഇതിൽ നിന്ന് ബാക്കിയുള്ളവരെ എത്രയും പെട്ടെന്ന് താങ്കളിവിടെ സൂചിപ്പിച്ചതുപോലെ ഓട ഇറങ്ങി തുടങ്ങി, രാത്രിയാകാൻ തുടങ്ങി, അവരെ ആ ഒറ്റപ്പെടലിൻ്റെ പ്രയാസത്തിൽ, ബന്ധുക്കളെല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ പ്രയാസത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് എന്തായാലും ആ ഒരു ഹെലികോപ്റ്ററൊന്നും ലാൻഡ് ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റാവുന്ന ഒരു സാഹചര്യമല്ല. കാരണം മഴ മാറുന്നില്ല. ഇനിയിപ്പോൾ കോട വന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ലാൻഡ് ചെയ്യാനും കൂടി പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ എല്ലാ സാധ്യതകളും ആലോചിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്താം എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ സർക്കാരും എല്ലാവരും ഒരുമിച്ച്, കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവിധ സഹായം കിട്ടുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ദുരന്തത്തെ നേരിടുക, ഇതിനെ മറികടക്കുക. എന്തായാലും നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റാത്ത, ഓർക്കാൻ പോലും പറ്റാത്തൊരു ദുരന്തമാണ് ഉണ്ടായി. ഇനി അതിനെ മറികടക്കുക എന്നല്ലാതെ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ